പ്രഭാഷണങ്ങളിൽ അദ്വൈതം, അമൃതം ഒക്കെയുള്ള വാക്കുകൾ ഉപയോഗിച്ചു. അതിന്റെ കാതൽ എന്താണ് ചിലപ്പോൾ ആൾക്കാർക്ക് മനസ്സിലായില്ല എന്ന് വരും. അപ്പൊ അതുകൂടി ഒന്ന് വിശദീകരിക്കാമെന്ന് വിചാരിക്കുക. അദ്വൈതം, നമ്മൾ സാധാരണ ജീവിക്കുന്നത് ദ്വൈതമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലാണ്. എന്നുവെച്ചാല് എപ്പോഴും ഞാൻ വേറെ, എന്നിൽ നിന്ന് അന്യമായിട്ട് ചുറ്റുമുള്ള ലോകം വേറെ, ബന്ധുക്കൾ വേറെ, ഭർത്താവായാലും അച്ഛനമ്മമാരായാലും മക്കളായാലും ഒക്കെ നമ്മൾ ഞാൻ വേറെ നീ വേറെ എന്നുള്ള ഭാവത്തിലാണ്. ഈ വേറെ വേറെ എന്നുള്ള ഭാവം നമ്മൾ അറിയാതെ തന്നെ ഒരു ഭേദഭാവം സൃഷ്ടിക്കും. ഞാൻ വേറെ നീ വേറെ. ഏറ്റവും നല്ലത് എനിക്ക്, രണ്ടാം തരം ബാക്കിയുള്ളവർക്ക്. അങ്ങനെയുള്ളൊരു ചെറിയ ഒരു മനസ്സിലൊരു ചിന്ത കടന്നു വരികയായി. അതുകൊണ്ടാണല്ലോ കല്യാണം കഴിച്ച് വീട്ടിൽ വരുന്ന മകളെ മാതിരി സ്വീകരിക്കേണ്ടതായ മകന്റെ ഭാര്യ സുഷയെ എത്രയൊക്കെ ആയാലും വളരെ അപൂർവമായിട്ടേ ഒരു അമ്മയ്ക്ക് സ്വന്തം മകളുടെ നിലയിൽ സ്വീകരിക്കാനാകുന്നു. ഈ സമയത്ത് പരംപൂജ്യ രംഗനാഥാനന്ദജിയുടെ വാക്കുകൾ ഓർമ്മിക്കുകയാണ്. ഇന്ന് നമ്മുടെ വീടുകളിലുള്ള പഴയ കുഴപ്പങ്ങൾക്കും കാരണം ഈ ഭേദഭാവമാണ്. അതിനാണ് മദർ ഇൻ ലോ, ഫാദർ ഇൻ ലോ, ബ്രദർ ഇൻ ലോ, സിസ്റ്റർ ഇൻ ലോ എന്നൊക്കെ ഇംഗ്ലീഷിലെ പേരുകൾ പറയും. സ്വാമിജി അവരുകൾ പറയും, ആ ലോ എന്നുള്ളത് മാറ്റി അവിടെ ലവ് എന്നാക്കും. മദർ ഇൻ ലവ്, ഫാദർ ഇൻ ലവ്, ബ്രദർ ഇൻ ലവ്, സിസ്റ്റർ ഇൻ ലവ്. അപ്പോ പതുക്കെ പതുക്കെ ഭേദഭാവന പോയി സ്നേഹഭാവന ഉള്ളില് വളരാനായിട്ട് തുടങ്ങും. അങ്ങനെ ഭേദമില്ലാതെ ചിന്തിക്കാനുള്ള കഴിവാണ് അദ്വൈതത്തിന്റെ ഒരു സംഭാവന. അത് അമ്മമാർക്ക് സ്വായത്തമാകുന്നു. അതിനുള്ള കാരണം പറഞ്ഞു തന്നു.